റിസീവറിൻ്റെ മൗത്ത് പീസിലേക്ക് തുറിച്ചു നോക്കിക്കൊണ്ട് ഇൻസ്പെക്ടർ വിൻസെൻ്റ് ആ നില മിനിറ്റുകളോളം തുടർന്നു. താൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നവൻ തൻ്റെ നേരെ തന്നെ തിരിയുമെന്ന് അദ്ദേഹം ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല. തൻ്റെ അന്വേഷണങ്ങളെപ്പറ്റി ആർക്കും അറിയില്ല. എന്നിട്ടും അജ്ഞാതനായ അവൻ അതേപ്പറ്റി അറിഞ്ഞിരിക്കുന്നു എന്നല്ലേ ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്? തൻ്റെ എതിരാളി തന്നേക്കാൾ വിദഗ്ധനാണെന്ന ചിന്ത ആ മനസ്സിനെ മതിച്ചു. ഇൻസ്പെക്ടർ വാച്ചിൽ നോക്കി. 4:30 കഴിഞ്ഞു. എക്സ്ചേഞ്ചിലേക്ക് വിളിച്ചാൽ ഈ ലൈനിൽ സംസാരിച്ചത് ആരാണെന്ന് മനസ്സിലാക്കാം. ആ കുറ്റാന്വേഷകൻ്റെ ചിന്ത മന്ത്രിച്ചു. താമസിച്ചില്ല. 0 ഡയൽ ചെയ്തു. മറുവശത്ത് മണിയടിക്കുന്ന ശബ്ദം അദ്ദേഹത്തിൻ്റെ കർണങ്ങളിൽ വന്നലച്ചു. അതെങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരുന്നതല്ലാതെ ആരും റിസീവർ എടുത്തില്ല. എക്സ്ചേഞ്ചിലൊരുത്തനുമില്ലെന്നോ? എങ്ങനെ ദേഷ്യം വരാതിരിക്കും? അത്യാവശ്യ സമയത്ത് ഒന്നും നടക്കുകയില്ല. ടെലിഫോൺ തല്ലി ഉടച്ചാലെന്തെന്ന് തന്നെ അദ്ദേഹത്തിന് തോന്നി. ലൈൻ തകരാറൊന്നുമല്ല, ഓപ്പറേറ്റർ സ്ഥലത്തില്ല, അത്ര തന്നെ. ചിലപ്പോൾ കറണ്ട് പോകും, ചിലപ്പോൾ ലൈൻ തകരാറ്. ഇതെല്ലാം ശരിയാവുമ്പോൾ ഓപ്പറേറ്റർ സ്ഥലത്തുണ്ടാവില്ല. എന്തൊരു വിധി! 7 മിനിറ്റ് കഴിഞ്ഞാണ് മറുവശത്ത് റിസീവർ എടുത്തത്. യെസ്, 0 താൻ ഇത്ര സമയം മരിച്ചു പോയായിരുന്നോ? ഇൻസ്പെക്ടർക്ക് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ആരാണ്? കാരണവരോട് സംസാരിക്കുന്നത് പോലെയാണല്ലോ. ഇത് ടെലിഫോൺ എക്സ്ചേഞ്ചാണ്, ചന്തയൊന്നുമല്ല. ഇത് ചന്തയേക്കാൾ കഷ്ടമാണല്ലോ. താനെന്താ ഭാര്യയുമായി ശൃംഗരിക്കാൻ പോയിരുന്നോ? മിസ്റ്റർ, മര്യാദയ്ക്ക് സംസാരിക്കണം. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്തു വേണം? ഇൻസ്പെക്ടർ വിൻസെൻ്റാണ് സംസാരിക്കുന്നത്. എക്സ്ക്യൂസ് മീ സാർ, ഏതോ കൺട്രിയാണെന്ന് വിചാരിച്ച് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഐ എം റിയലി സോറി. താങ്കൾ ക്ഷമിക്കണം. ഇപ്പോൾ ഇവിടേക്ക് ആരോ വിളിച്ചു. അതാരാണെന്നറിയാനാണ് വിളിച്ചത്. ഏത് നമ്പറിൽ നിന്നാണ് വിളിച്ചതെന്നറിയാനാണ്. പക്ഷേ നിങ്ങൾ അവിടെയെങ്ങും ഇല്ലായിരുന്നല്ലോ. ഇത്രയും നേരം നല്ല തിരക്കായിരുന്നു സാർ. ഇപ്പോഴാണ് അല്പം സ്വൈര്യം കിട്ടിയത്. ഒരു ചായ കുടിക്കാൻ പോയി. 15 മിനിറ്റേ എടുത്തുള്ളൂ. ആത്മാർത്ഥമായും ഖേദിക്കുന്നു സാർ. റിസീവർ ക്രേഡിലേക്കിട്ടിട്ട് ഇൻസ്പെക്ടർ തളർന്നിരുന്നു. ആ സമയത്തിന് ആ റാസ്കൽ ചായ കുടിക്കാൻ പോയി. ഒരു നിർഭാഗ്യമേ. പിന്നെ അദ്ദേഹത്തിന് തോന്നി, ഒരുപക്ഷെ അവൻ ഓപ്പറേറ്റർ പുറത്തുപോയ തക്കം നോക്കി ഡയൽ ചെയ്തതായിരിക്കില്ലേ? ശരിയാണെന്ന് തോന്നി. കാരണം അവൻ തീരെ വിഡ്ഢിയല്ല. പെട്ടെന്ന് സൂക്ഷ്മക്കുറവ് കൊണ്ട് അപകടത്തിൽ ചാടാൻ. ഒരു സിഗരറ്റ് എടുത്ത് അതിരങ്ങൾക്കിടയിൽ തിരികിയതിനു ശേഷം തീപ്പെട്ടി ഉരച്ചു കത്തിച്ചു. കുറ്റവാളി തൻ്റെ സമീപത്തുണ്ടെന്ന് സ്പഷ്ടമാണ്. അവൻ വാണിംഗ് തന്നിരിക്കുന്നിടത്തോളം കാലം തന്നെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. എങ്കിലല്ലേ താൻ പുരോഗമിക്കുന്നുണ്ടോ എന്നവന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇനിയുള്ള തൻ്റെ ഓരോ നീക്കവും വളരെ ശ്രദ്ധയോടെയായിരിക്കണം. എസ്റ്റേറ്റിൽ സംഘർഷങ്ങളൊന്നുമില്ലാത്തതിനാൽ പോലീസിന് ജോലി കുറവാണ്. കർമ്മകുശലനായ ഒരു ഉദ്യോഗസ്ഥന് വെറുതെ ഇരിക്കുക വയ്യ. അങ്ങനെയിരിക്കുമ്പോഴാണ് അനിതര സാധാരണമായ ഈ കേസ് വന്നത്. ഇതിങ്ങനെയുമായി. കൈകൾ ബന്ധിച്ചിട്ട് അന്വേഷിക്കണമെന്ന് പറയുന്നത് പോലെ. പക്ഷേ ഈ കേസിൽ പുതുമയുണ്ട്. മല്ലികയെ കൊല്ലുകയാണ് നിഗൂഢനായ മനുഷ്യൻ്റെ ഉദ്ദേശ്യം. പക്ഷേ അതിനിത്ര ഭീകരവും നാടകീയവുമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. അതിൻ്റെ പിന്നിൽ മറ്റെന്തോ ഇല്ലേ? ആ പെൺകുട്ടിയെ നശിപ്പിച്ചിട്ട് അയാൾക്ക് എന്താണ് നേട്ടം? തൻ്റെ കഴിവുകൾ തെളിയിക്കാനുള്ള അപൂർവ അവസരമാണിത്. ഇൻസ്പെക്ടർ സിഗരറ്റിൻ്റെ ചാരം ആഷയിൽ തട്ടിയതിനു ശേഷം പുക വലിച്ചെടുത്തു. കുശിനിക്കാരൻ രാജ്യം കൊണ്ടുവന്ന ചൂട് ചായ നുണഞ്ഞെറുക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ചിന്ത ആ കൊലയാളിയെ പറ്റിയായിരുന്നു. 5.25 അടി ഉയരമുള്ള, സാമാന്യം തടിച്ച, ചുരുണ്ട പാറിപ്പറന്ന തലമുടിയുള്ള, സദാ ചാർമിനാർ എരിയുന്ന കറുത്ത ചുണ്ടുള്ള ഒരു മനുഷ്യനെ ഇൻസ്പെക്ടർ സങ്കല്പിച്ചു. ഇനി അവൻ്റെ മുഖഛായ മാത്രം കിട്ടിയാൽ മതി. അന്ന് അപകടമുണ്ടായപ്പോൾ മല്ലികയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ചാണ് ഇൻസ്പെക്ടർ ഇങ്ങനെയൊരു രൂപനിർണയം നടത്തിയത്. തൻ്റെ ചിത്രം തെറ്റല്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. ഇനി തനിക്ക് കഴിഞ്ഞാണ്ടിരിക്കുന്ന അവൻ്റെ ഒളിക്കേന്ദ്രം കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഇൻസ്പെക്ടർ ഡയറി എടുത്ത് ആ സംഭവങ്ങൾ കുറിച്ചിട്ടു. പിന്നെ അന്ന് മല്ലികയുടെ നേരെ നിറയൊഴിച്ചതിനെ പറ്റിയുള്ള നോട്ടുകൾ മറിച്ചു നോക്കി. ഇതിനിടെ അദ്ദേഹം ആ കുറിപ്പുകൾ പലയാവർത്തി വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ സംഭവങ്ങൾ ഓരോന്നും ഒരു ചലച്ചിത്രത്തിലെന്നവണ്ണം അദ്ദേഹത്തിന് വ്യക്തമാണ്. ഒന്നു മാത്രം മനസ്സിലാകുന്നില്ല, അവൻ്റെ ഉദ്ദേശ്യം. അതുകൂടി അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ താൻ ഈ കേസിൽ കുറെ കൂടി മുന്നോട്ട് പോകുമായിരുന്നു. ഭാവന കൊണ്ട് അങ്ങനെയൊരു കൊലപാതക ശ്രമം നടത്താൻ പ്രേരകമാകുന്ന സാമാന്യ കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. എവിടെ നിന്നെങ്കിലും ഒരു വൈക്കോൽ തുമ്പ് കിട്ടിയാൽ. അദ്ദേഹത്തിൻ്റെ മുമ്പിലെ ഭിത്തിയിൽ പറ്റിപ്പിടിച്ചിരുന്ന ഗൗളി നിലത്തേക്ക് ചാടി. അതിൻ്റെ വായിൽ ഒരു ചെറിയ പ്രാണി ഇരിക്കുന്നു. വളരെ ശ്രദ്ധയോടെ പതിയിരുന്നാണ് ആ ജീവി അതിനെ പിടിച്ചത്. ആ സംഭവത്തെപ്പറ്റി അറിഞ്ഞ മധു നടുങ്ങി വിറച്ചുപോയി. എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. സത്യം ചിലപ്പോൾ അവിശ്വസനീയമായിരിക്കും, വിചിത്രവും. നാരായണൻ പൈപ്പ് പുകച്ചുകൊണ്ട് പറഞ്ഞു. ഏതോ നീചൻ എന്നെയും മോളെയും നശിപ്പിക്കുന്നതിനായി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അങ്കിളിന് ആരെയെങ്കിലും സംശയമുണ്ടോ? ഇല്ല, എനിക്ക് ആരെയും സംശയമില്ല. എൻ്റെ ഫാക്ടറിയിലും ഉള്ളവരെ ആരെയും എനിക്ക് സംശയിക്കാൻ കഴിയില്ല. മധു നിശബ്ദനായി നിമിഷങ്ങളോളം ഇരുന്നു. മല്ലിക ഇരുവർക്കും ചായ കൊണ്ടുവന്ന് കൊടുത്തു. അവളുടെ കാലിൻ്റെ വേദന മാറിയിരുന്നു. സാധാരണഗതിയിൽ അവൾ ഭയന്ന് ആദ്യ കയറി പനി പിടിച്ച് കിടക്കേണ്ടതായിരുന്നു.
എന്നാൽ എൻ്റെ ധാരണകൾക്കു അതീതമായി ധൈര്യം അവലംബിക്കാൻ മല്ലികയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. നാരായണൻ പൈപ്പ് ആശ്രയയുടെ മുകളിൽ വെച്ച ശേഷം ചായ മുത്തി കുടിക്കുന്നതിനിടയിൽ പറഞ്ഞു. മല്ലിക സാവധാനം ചിരിച്ചു. പക്ഷേ അങ്കിൾ, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, മധു പറഞ്ഞു. ഇനി നിഗൂഢതകൾ വെളിച്ചത്ത് എത്രയും വേഗം കൊണ്ടുവരണം. അതെ, ഞാൻ വിദഗ്ധനായൊരു ഡിറ്റക്റ്റീവിനെ ഏർപ്പെടുത്താൻ ഡോക്ടർ ജോസ് പ്രകാശിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം അതിനുവേണ്ടി മുൻകൈ എടുക്കും. അദ്ദേഹത്തിൻ്റെ ലാബറട്ടറി പരിസരത്തും ഭീകരങ്ങളായ ഏതോ ജന്തുക്കൾ വന്നതായി അദ്ദേഹം അവകാശപ്പെടുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ കൂടി ഒരാവശ്യമാണ്. ഞാൻ മല്ലികയെ കാണരുതെന്ന് പറഞ്ഞാൽ അത് വളരെ കഷ്ടമാണ്. എൻ്റെ വിശ്വാസം ആ രാമദാസാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ്. എന്നെയും മല്ലികയെയും തമ്മിലകറ്റാൻ അവൻ പല കളികളും പ്രയോഗിച്ചു നോക്കി. പക്ഷേ അവനെ പിന്നെ ഒരിക്കലും ഞാൻ നേരിൽ കണ്ടിട്ടില്ല. അന്നും ഞാൻ അവനോട് ക്ഷമിച്ചു. എൻ്റെ ക്ഷമയുടെ സകല പരിമിതികളും അവൻ തകർത്തു കളഞ്ഞു. നാരായണൻ ഒന്നും പറഞ്ഞില്ല. രാമദാസാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഇപ്പോഴും മധു വിശ്വസിക്കുന്നു. അത് തിരുത്താൻ പോകുന്നത് അപകടമാണെന്ന് അയാൾക്ക് തോന്നി. മധു തിരിച്ചു പോകാൻ നേരത്ത് മല്ലികയും കാറിനടുത്ത് വരെ ചെന്നു. ധൈര്യമുണ്ടെങ്കിൽ മല്ലിക ക്ലബ്ബിൽ വരൂ. ആരാണ് തടയുന്നതെന്നറിയാം. ഒരുപക്ഷെ അത് തന്നെ അവനെ കണ്ടുപിടിക്കാനൊരു മാർഗമായിരിക്കും. കാറിൽ കയറി പുറത്തേക്ക് മുഖം നീട്ടി മധു പറഞ്ഞു. എനിക്ക് ഭയമൊന്നുമില്ല. ഇപ്പോൾ കുറേയൊക്കെ ധൈര്യമുണ്ടായി തുടങ്ങി. മധുവിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നാണ് ഭയം. ഒന്നുമില്ലെന്ന് അവൻ വെറുതെ ഓലപ്പാമ്പ് കളിപ്പിക്കുകയാണ്. അല്ല, അത്ര നിസ്സാരമല്ല. ഇതൊരു തീക്കളിയാണ്. 2 പ്രാവശ്യം മരണത്തെ അഭിമുഖീകരിച്ചത് ഞാനല്ലേ? മധു ഒന്നും പറയാതെ അവളുടെ മുഖത്തേക്ക് നോക്കി. മല്ലികയ്ക്ക് വേണ്ടി ഒന്ന് മരിക്കാനും ഞാൻ തയ്യാറാണ്, അയാൾ സാവധാനം മന്ത്രിച്ചു. വേണ്ട, മരിക്കുന്നെങ്കിൽ നമുക്ക് ഒന്നിച്ചാകാം. മരണത്തിന് പോലും നമ്മെ വേർപെടുത്താൻ കഴിയില്ല. മല്ലിക വലതുകരം അയാളുടെ നേരെ നീട്ടി. അയാൾ ആ കൈപ്പത്തിയുടെ പുറത്ത് ചുംബിച്ചു. ശരീരമാകെ ആലക്തിക തരംഗങ്ങൾ പരക്കുന്നതുപോലെയും അസ്ഥികൾ പൂത്തുലയുന്നതുപോലെയും മല്ലികയ്ക്ക് തോന്നി. അവൾ ചുണ്ടുകൾ കടിച്ചുകൊണ്ട് സാവധാനം കണ്ണുകളടച്ചു. ഡാഡിക്കും മമ്മിക്കും മല്ലികയെ കാണാൻ വളരെ ആശയാണ്. ഒന്ന് വിളിച്ചുകൊണ്ട് ചെല്ലാൻ മമ്മി എത്ര നിർബന്ധിക്കുന്നെന്നോ. ഇനിയൊരിക്കലാവട്ടെ. ഇപ്പോൾ ഞാനാകെ തളർന്നിരിക്കുന്നു. മൊത ഒന്ന് വിളിച്ചാൽ മാത്രം മതി, ഞാൻ വരും. വെറുതെ ഇരുന്നപ്പോൾ മല്ലികയ്ക്ക് മുഷിവ് തോന്നി. കാറും എടുത്തുകൊണ്ട് ഡോക്ടറുകളുടെ ലാബിലേക്ക് ചെന്നു. ഡോക്ടറുമായി വെടിപ്പറഞ്ഞിരിക്കുക നല്ല രസമാണ്. കുറേ വിജ്ഞാനമാകും. മല്ലിക പ്രതീക്ഷിച്ചതുപോലെ ഡോക്ടർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. വരാന്തയിലെ കസേരയിൽ ചാരിക്കിടന്നുകൊണ്ട് സയൻസ് ടുഡേ വായിക്കുകയായിരുന്നു. ഹലോ മല്ലിക, വരണം വരണം. എന്താ പതിവില്ലാതെ? നോക്കി നിൽക്കാതിരിക്കടോ. ഇന്ദു, ഒരു ചായ കൂടി, ഡോക്ടർ ജോസ് പ്രകാശ് ഉത്സാഹത്തോടെ പറഞ്ഞു. അങ്കിൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ലേ? അവൾ റൗണ്ട് ചെയറിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു. എന്തിനു പോകണം? പുതിയ രോഗങ്ങളും രോഗികളും ഉണ്ടെങ്കിലേ ചികിത്സയ്ക്കൊരു രസമുള്ളൂ. എല്ലാം എൻ്റെ അസിസ്റ്റൻറ്റുമാർ നോക്കിക്കൊള്ളും. ഞാൻ എൻ്റെ പരീക്ഷണങ്ങളുമായി ഒതുങ്ങിക്കൂടുകയാണ്. താങ്കൾക്ക് സഹായിക്കാൻ ആരുമില്ലേ? എന്താ, എൻ്റെ അസിസ്റ്റൻ്റാവാൻ വല്ല പ്ലാനുമുണ്ടോ? കുറേയൊക്കെ താങ്കളെ സഹായിക്കാൻ എനിക്കും കഴിയും. ഇന്ദു ചായയുമായി വന്നു. കൊള്ളാം ഇന്ദു, നല്ല ചായ. മല്ലിക ഒരു കവിൾ കുടിച്ചുകൊണ്ട് അഭിപ്രായം പ്രകടിപ്പിച്ചു. ഇന്ദു ഭവ്യതയോടെ ചിരിച്ചു. ആ പാവാടക്കാരിക്ക് കൂടുതൽ സൗന്ദര്യമുണ്ടായതുപോലെ മല്ലികയ്ക്ക് തോന്നി. നമുക്ക് ലാബിലേക്ക് പോകാം. മല്ലിക ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ എൻ്റെ സയൻസ് ഐലൻഡിൽ കാണാം. അവർ വലയും ഉരുക്കുവാതിലും കടന്ന് ലാബിൽ കടന്നു. ദാ ദിസ് വേ. ഡോക്ടർ ഒരു ലിവർ തിരിച്ചപ്പോൾ തറ ഇളകി മാറുകയും ഒരു ഗോവണി ഉയർന്നു വരികയും ചെയ്തു. മല്ലിക ഇറങ്ങൂ. അവൾ അത്ഭുതത്തോടെ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ ഗോവണിയിൽ മുറുകെ പിടിച്ച് താഴേക്കിറങ്ങി. തൻ്റെ കാൽപാദം തൊട്ട് മുകളിലേക്ക് ഒരു മരവിപ്പ് കയറി വരുന്നത് പോലെയും തല കറങ്ങുന്നത് പോലെയും അവൾക്ക് തോന്നി. കനം കുറഞ്ഞ ഒരു ഇരുമ്പ് ഗോവണിയായിരുന്നു അത്. സുമാർ 12 അടിയോളം താഴെയുള്ള തറയിലായിരുന്നു അതിൻ്റെ അഗ്രം. താഴെ വെളിച്ചമുണ്ട്. മല്ലിക വളരെ സൂക്ഷിച്ചാണ് അവിടേക്ക് ഇറങ്ങിയത്. 4 അടിയോളം ഇറങ്ങിക്കാണും. അപ്പോഴാണത് സംഭവിച്ചത്. ഇറങ്ങും തോറും ശരീരം മരവിച്ചു വരുന്നു. കാൽപാദം തൊട്ട് അരക്കെട്ട് വരെ എത്തി. ഐസ് പാളികൾക്കിടയിലേക്ക് താഴ്ന്നു പോകുന്നത് പോലെ. അങ്കിൾ, അവൾ മുഖമുയർത്തി ഡോക്ടർ ജോസ് പ്രകാശിൻ്റെ നേരെ നോക്കി. ഇതേ സമയം അദ്ദേഹം അവളുടെ ഭാവങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഡോക്ടർ സാവധാനം ചിരിച്ചു. സാരമില്ല, ഇറങ്ങിക്കോളൂ. ഞാനവിടെ ഒരു പ്രത്യേക അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. എയർ കണ്ടീഷൻ്റെ മറ്റൊരവസ്ഥ. കുഴപ്പമൊന്നുമില്ല, ഉടനെ മാറിക്കൊള്ളും. മല്ലിക ഗോവണി ഇറങ്ങി താഴെ എത്തി. പിന്നാലെ ഡോക്ടറും ഇറങ്ങി വന്നു. അവൾ തലതിരിച്ച് ചുറ്റും നോക്കി. കിണർ പോലെയുള്ള കോൺക്രീറ്റ് ഭിത്തിക്കുള്ളിലാണ് താൻ. പുറത്തേക്ക് വാതിലൊന്നും കാണാനുണ്ടായിരുന്നില്ല. നേർത്ത ശബ്ദം കേട്ട് മല്ലിക ശിരസ്സുയർത്തി നോക്കുമ്പോൾ മുകളിലെ വാതിൽ അടയുന്നതാണ് കണ്ടത്. ഇപ്പോൾ അങ്ങനെയൊന്ന് അവിടെ ഉണ്ടായിരുന്നതായി പോലും തോന്നുകയില്ല. എസ്റ്റേറ്റിൻ്റെ തണുത്തു മരവിച്ച ഈ ഓണം കേറാ മൂലയിൽ ഇത്ര ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ഒരു ലാബറട്ടറിയോ?
സത്യത്തിൽ അപ്പോഴും അവൾക്കതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാലും ഒരു സ്വപ്നമല്ലെന്ന് ബോധ്യമുണ്ടായിരുന്നു. വീണ്ടും ഒരു ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഭിത്തിയിൽ വാതിൽ പോലെ ചതുരാകൃതിയിൽ ഒരു ദ്വാരം കാണപ്പെട്ടു. അവിടുത്തെ ഭിത്തി ഇരുവശത്തേക്ക് കയറിപ്പോയിരിക്കുന്നു. മല്ലിക ഡോക്ടറുടെ നേരെ നോക്കി. അദ്ദേഹം അഭിമാനത്തോടെ പുഞ്ചിരിച്ചു. ഇതാണ് അകത്തേക്കുള്ള വഴി. അവർ വാതിലിലൂടെ അകത്തു കടന്നു. വാതിൽ അടയുകയും ചെയ്തു. വലിയൊരു ഹാൾ പോലെ വിശാലമായ ഒരു ഭാഗമായിരുന്നു അത്. മേൽത്തട്ടിൽ 1 ഇഞ്ച് വണ്ണത്തിലുള്ള പ്ലാസ്റ്റിക് ട്യൂബുകൾ വേരുകൾ പോലെ പടർന്നു കിടക്കുന്നു. അവയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രകാശം അവിടം മുഴുവൻ വെളിച്ചം പകരാൻ പര്യാപ്തമായിരുന്നു. ആ ഹാളിൻ്റെ അങ്ങേ തലയ്ക്കൽ വരെ നീണ്ടുകിടക്കുന്ന ഇടനാഴിയുടെ ഇരുവശത്തും നിറയെ വലിയ കണ്ണാടിക്കൂടുകൾ ഓരോ മുറികൾ പോലെയേ തോന്നിക്കുകയുള്ളൂ. അവയിലൊക്കെ പലതരം ജീവികൾ. അവയുടെ ശബ്ദം കൊണ്ട് മുഖരിതമായിരുന്നു ആ ഗുഹാന്തരീക്ഷം. ഇപ്പോഴാ മരവിപ്പ് ഒട്ടും അനുഭവപ്പെടുന്നില്ല. ചൂടും തണുപ്പുമല്ലാതെ ഒരവസ്ഥ. ഡോക്ടർ അങ്കിൾ, താങ്കൾ എങ്ങനെയാണ് ഇതൊക്കെ ഇവിടെ സ്ഥാപിച്ചത്? വാസ്തവത്തിൽ എനിക്കിപ്പോഴും ഇവയൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല, മല്ലിക അത്ഭുതത്തോടെ പറഞ്ഞു. ഡോക്ടർ ജോസ് പ്രകാശ് സാവധാനം ചിരിച്ചു. പിന്നെ ഉത്സാഹത്തോടെ പറഞ്ഞു, താങ്ക് യു. എന്നെപ്പറ്റി ആരും അത്ഭുതത്തോടെയേ സംസാരിച്ചിട്ടുള്ളൂ, ചിന്തിച്ചിട്ടുള്ളൂ. കാരണം അവരുടെ സങ്കല്പങ്ങൾക്കും അതീതമായ കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളത്. നീ കോളേജിലായിരുന്ന സമയത്താണ് ഞാൻ ഈ ലാബിൻ്റെ ജോലികൾ ചെയ്തത്. അങ്ങ് നാഗർകോവിൽ നിന്നും വിദഗ്ധരായ ശില്പികളെ കൊണ്ടുവന്നു. ഇതിലെ രഹസ്യങ്ങളൊന്നും ആർക്കും അറിയില്ല. ഇങ്ങനെ ഒരു നിലവറയുള്ളതായി അറിയാവുന്ന ഒരേ ഒരാൾ മല്ലിക മാത്രമാണ്. അപ്പോൾ ഇത് നിർമ്മിച്ചവർ? മല്ലിക പെട്ടെന്ന് ചോദിച്ചു. ഓ, അവർ അങ്ങ് ദൂരെയല്ലേ. പക്ഷേ ഞാനൊരു ദുഃഖവാർത്ത കേട്ടു. ആ ജോലിക്കാരിൽ മിക്കവരും ഈയിടെ തമിഴ്നാട്ടിലുണ്ടായ കോളറ രോഗത്തിൽ മരണമടഞ്ഞു. പാവങ്ങൾ, അവരെപ്പറ്റി ഞാൻ വളരെയേറെ ദുഃഖിക്കുന്നു. താങ്കൾ ഇത്രയേറെ സജ്ജീകരണങ്ങൾ ഇവിടെ നടത്തിയിരിക്കുന്നത് എന്തിനാണ്? താങ്കളുടെ ജീവിതകാലം മുഴുവൻ ഈ നിലവറയിൽ കഴിച്ചുകൂട്ടാനാണോ പ്ലാൻ? തികച്ചും ബാലിശമായൊരു ചോദ്യമല്ലേ മല്ലിക അത്? നിനക്കറിയില്ലേ എന്നെ? ഞാൻ എന്നും അത്ഭുതങ്ങൾ തേടിപ്പോകുന്ന ഏകാന്ത പഥികനല്ലായിരുന്നോ? ഞാൻ ശാസ്ത്രത്തിൻ്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. മെഡിക്കൽ സയൻസിൽ എൻ്റേതായ ചില തിയറികൾ ഞാൻ കണ്ടുപിടിക്കുന്ന സമയം ആസന്നമായിരിക്കുന്നു. ഇത്ര ഏകാന്തമായ ഒരന്തരീക്ഷവും സൗകര്യങ്ങളും മറ്റെവിടെ കിട്ടും മല്ലികേ? എനിക്ക് പലതും നേടാനുണ്ട്. അവയൊക്കെ ഞാൻ നേടുകയും ചെയ്യും. ശാസ്ത്രം തോൽക്കാറില്ലെന്ന് നിനക്കറിയില്ലേ? അതുപോലെ ഞാനും എൻ്റെ കണക്കുകൂട്ടലുകളും തോൽക്കുകയില്ല. ആ, ഇതൊക്കെ നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലായെന്ന് വരില്ല. വരൂ, ഇവയൊക്കെ ചുറ്റി നടന്ന് കാണാം. ഡോക്ടർ മല്ലികയുടെ തോളിൽ മൃദുവായി തട്ടിക്കൊണ്ട് മുന്നോട്ട് നടന്നു. ക്രാക്ക്! പെട്ടെന്ന് കൂറ്റൻ പക്ഷി ഗ്ലാസ് ഫ്രെയിമുകൾക്ക് മുകളിലൂടെ അവിടേക്ക് പറന്നു വന്നു. അതിൻ്റെ ചിറകടി ശബ്ദം കൂറ്റൻ ഭിത്തികളിൽ തട്ടി മാറ്റുലി കണ്ടു. അത് ഡോക്ടറുടെ ചുമലിൽ പറന്നു വന്നിരുന്നു, ചിറകുകൾ ഉയർത്തി ബാലൻസ് പിടിച്ചുകൊണ്ട്. അത് മല്ലികയുടെ നേരെ നോക്കി. കൂർത്തു വളഞ്ഞ കൊക്കുകൾ വിടർത്തി സാവധാനം കുറുകുന്നുണ്ടായിരുന്നു ആ കൂറ്റൻ കഴുകൻ. എൻ്റെ അണ്ടർഗ്രൗണ്ട് ലാബിലെ വാച്ചർ ഇവനാണ്. ഇവൻ്റെ ശബ്ദം പോലെ തന്നെ പേരും. ഞാൻ ക്രാക്കും എന്നാക്കിയിരിക്കുകയാണ്. ഡോക്ടർ വാത്സല്യത്തോടെ അതിൻ്റെ കഴുത്തിലെ ചെറിയ തൂവലുകളിൽ തലോടി. ആ പക്ഷി ഇമകൾ വെട്ടിച്ച് മല്ലികയുടെ നേരെ നോക്കി. ഇത്തരമൊരെണ്ണത്തിനെയാണ് ആ സന്ധ്യാസമയത്ത് ഞാൻ എസ്റ്റേറ്റിൽ കണ്ടത്. ഈ ചെകുത്താനെ കാണുന്നത് തന്നെ എനിക്ക് ഭയമാണ്. ഡോക്ടർ സാവധാനം ചിരിച്ചു. ഇവൻ എൻ്റെ പ്രിയപ്പെട്ടവനാണ്. 2 വർഷമായി ഇവൻ ഈ നിലവറയിൽ തന്നെ കഴിഞ്ഞു കൂടുകയാണ്. എന്തിനാണ് ഇത്രയധികം പക്ഷികളെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്? ഇനി വല്ല പക്ഷി നിരീക്ഷണവും? കമ്പിവലകൾക്കുള്ളിലെ നാനാതര പക്ഷികളെ ശ്രദ്ധിച്ചുകൊണ്ട് മല്ലിക ചോദിച്ചു. നോക്കൂ, ആ പക്ഷികൾ ഓരോന്നും ഓരോ തരം ശബ്ദങ്ങൾ കേൾപ്പിക്കുന്നു. പക്ഷേ ഇത്ര നാൾ ഒരേ കൂട്ടിൽ വിവിധ ശബ്ദങ്ങൾ കേൾപ്പിക്കുന്ന അവ ഒന്നിച്ച് ജീവിച്ചിട്ടും ഒന്നിൻ്റെ ശബ്ദം മറ്റൊന്നിന് അനുകരിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനം അത്തരത്തിലാണ്. ഓരോ പക്ഷികളുടെയും ബ്രെയിനിൻ്റെ നിഗൂഢതകളെപ്പറ്റി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തലച്ചോറ് മാറ്റിവെച്ചാൽ ഒരു പക്ഷേ അവയുടെ സ്വഭാവത്തിന് മാറ്റം വന്നെങ്കിലോ? ഒരു ഓപ്പറേഷനല്ല ഉദ്ദേശിക്കുന്നത്, തലയിൽ ചെറിയൊരു ഇഞ്ചക്ഷൻ. ഈ ക്രാക്ക് നമ്മെ കാണുമ്പോൾ തത്തയെപ്പോലെയും മൈനയെപ്പോലെയും പാടിയാൽ എന്തു ഭംഗിയായിരിക്കും. ഇമ്പോസിബിൾ, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ട്? ഒരു 200 വർഷങ്ങൾക്ക് മുമ്പ് ആരെങ്കിലും ചന്ദ്രനിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കേട്ടവരും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. സ്വനഗ്രാഹി യന്ത്രം എഡിസൺ കണ്ടുപിടിച്ചപ്പോഴും ഇത് തന്നെ പലരും പറഞ്ഞു. ഓരോ ശാസ്ത്രീയ നേട്ടത്തിൻ്റെ പിന്നിലും ശക്തമായ എതിർപ്പുകൾ കാണും. അവിശ്വസനീയതയുടെ കഥകൾ. മല്ലിക പിന്നെയൊന്നും പറഞ്ഞില്ല. ഡോക്ടറോട് ഒന്നും പറഞ്ഞ് നേടാമെന്ന് കരുതണ്ട, അദ്ദേഹം എടുത്ത് കുടഞ്ഞു കളയും. ചില കൂടുകളിൽ വിവിധങ്ങളായ എലികൾ, തവളകൾ, പല്ലികൾ, വവ്വാലുകൾ, ചിത്രശലഭങ്ങൾ, മയിലുകൾ എന്നു വേണ്ട ഒരു വിധത്തിൽപ്പെട്ട ജന്തുക്കളെല്ലാം ഉണ്ടായിരുന്നു. ഒരു കൂട്ടിലിരുന്ന് കുരങ്ങൻ പല്ലിളിച്ച് കാണിച്ചപ്പോൾ മല്ലിക അങ്ങോട്ട് ചെന്നു.
എന്തുണ്ട് കാരണവരെ വിശേഷം? മല്ലിക അടുത്തേക്ക് ചെന്നപ്പോൾ അവൻ അഴികളിലൂടെ ചാടിച്ചാടി അകന്നുപോയി. ആ കൂട്ടിൽ ആകെ 10-20 ഉണ്ടായിരുന്നു. ഡോക്ടർ ഈ പൂർവികന്മാരെ എന്തിനാണ് സൂക്ഷിച്ചിരിക്കുന്നത്? നമ്മുടെ മുതുമുത്തച്ഛന്മാരെ തിരിച്ചു വരുത്താനാണോ? ഇവരെ കൊണ്ട് ഉപയോഗമുണ്ട്. ഞാനൊരു ഗോറില്ലയ്ക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ജോഹന്നാസ്ബർഗിലുള്ള ഒരു കമ്പനിയാണത്. അടുത്ത മാസത്തിൽ അവരതിനെ കൊണ്ടുവരും. അതിന് വളരെ ചിലവ് വരില്ലേ എങ്കിൽ? മല്ലിക അത്ഭുതത്തോടെ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി. ഭീമാകാരനായ ആ വികൃത ജന്തുവായിരുന്നു അവളുടെ മനസ്സ് നിറയെ. ഡോക്ടർ ജോസ് പ്രകാശ് എന്തോ പറയാൻ തുടങ്ങിയതാണ്. പെട്ടെന്ന് നിർത്തി സംശയത്തോടെ വലതുവശത്തേക്ക് നോക്കി. അവിടെ നിന്നും ബീപ്പ് ബീപ്പ് എന്നൊരു ശബ്ദം മല്ലികയും കേട്ടു. ഒരു ഇൻ്റർകോളാണത്. ഡോക്ടർ അതിനടുത്തേക്ക് ചെന്ന് റിസീവർ എടുത്തു. യെസ്, ഡോക്ടർ ജോസ് പ്രകാശ് ഹിയർ. ആ, ഹലോ. അതെ അതെ, ഓഫ് കോഴ്സ്. കുഴപ്പമൊന്നുമില്ലെന്ന്. ഞാൻ വരണോ? ഓക്കെ. ഡോക്ടർ റിസീവർ താഴെ വെച്ചിട്ട് മല്ലികയുടെ അടുത്തേക്ക് വന്നു. ഞാനൊന്ന് പുറത്ത് പോവുകയാണ്. ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ വരും. മല്ലിക ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങ്. ഇനിയും ധാരാളം കാഴ്ചകളുണ്ട്. ഒരുപക്ഷേ മല്ലികയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്. ചെല്ലുമ്പോൾ ചായ തയ്യാറാക്കാൻ ഇന്ദുവിനോട് പറഞ്ഞിട്ട് വരാം. പേടിയൊന്നുമില്ലല്ലോ? അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഡോക്ടർ നടന്നുപോയി. ആ ശബ്ദം അകന്നകന്ന് അവസാനിച്ചപ്പോൾ കനത്ത ഏകാന്തത മല്ലികയെ വേട്ടയാടി. ഒരു വയസ്സൻ കുരങ്ങൻ ശബ്ദിക്കുന്നത് കേട്ടപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. രോമങ്ങൾ നീണ്ട ഒരു ഹിപ്പിക്കുരങ്ങൻ തൻ്റെ പുത്രനെ താങ്ങി എടുത്തുകൊണ്ട് സർക്കസിലെ കോമാളിയെപ്പോലെ ഒരു കമ്പിലൂടെ നടന്നു വരികയാണ്. ആ ഭാവം കണ്ട് മല്ലിക ചിരിച്ചുപോയി. കുരങ്ങുകളുടെ വികൃതികൾ കണ്ടുകൊണ്ടിരുന്ന മല്ലിക പിന്നീടൊരു ബഹളം കേട്ട് നടുങ്ങി. ആ കൂറ്റൻ കഴുകൻ ഒരു തരം വികൃത ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അവിടെ വട്ടമിട്ട് പറന്നു. പെട്ടെന്ന് അവൾ അത് കണ്ടു. മല്ലികയുടെ ശിരാചക്രങ്ങളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. 2-3 ഗ്ലാസ് പേടകങ്ങൾക്കപ്പുറത്ത് ശൽക്കങ്ങളുള്ള ആ മനുഷ്യരൂപം നിൽക്കുന്നു. അത് അവളെ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ്. ആഹ്! അവൾ അറിയാതെ തന്നെ ഒരു നിലവിളിയുണ്ടായി.